കാമാഖ്യ നാരായൺ സിംഗ്, നിങ്ങൾക്ക് പേര് പരിചയമില്ലായിരിക്കും. പക്ഷേ ഇനി വരും വർഷങ്ങളിൽ പത്മഭൂഷണും ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരവുമൊക്കെ നേടാൻ പോകുന്ന നിർമ്മാതാവാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, അതിനുവേണ്ടി സംഭാവനകളൊക്കെ പുള്ളി ചെയ്തോന്ന്. അതെ, അദ്ദേഹമാണ് കേരള സ്റ്റോറി 2 നിർമ്മിക്കുന്നത്. കേരള സ്റ്റോറി 2വുമായി ബന്ധപ്പെട്ട് ഇന്ന് ഒരു ചർച്ചയുണ്ടായിരുന്നു. അതിൻ്റെ റിലീസുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ വെച്ച് മുഴുവൻ പത്രക്കാരും ചോദിച്ചു, നിങ്ങൾ ഈ കേരള സ്റ്റോറി 2 എന്ന് പറഞ്ഞിറക്കുന്ന സംഭവം കേരളത്തിലേതാണോ എന്ന്. അതിന് കാമാഖ്യ സൂര്യനാരായണ സിംഗ് പറഞ്ഞ മറുപടി, അത് കേരളത്തിൻ്റേതല്ലെന്ന്, അത് ഇന്ത്യയിൽ പല ഭാഗത്തും ഉള്ളതാണെന്ന് പറഞ്ഞ് കുറച്ച് നമ്മൾ ഈ ഡാൻസർമാരെയൊക്കെ സിനിമയിൽ എടുക്കുമല്ലോ, ഈ 50 പേര് 40 പേരൊക്കെ ഡാൻസ് ചെയ്യുന്നത് പോലെ 10-16 പേരെ കൊണ്ടുവന്ന് ഹാജരാക്കി അവരെല്ലാം ഇറച്ചി കൊടുത്ത് മതം മാറ്റിയവരാണെന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ യവന്മാർ പറയുന്നത് ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ടവർ പാൽപ്പൊടിയും പാലും കൊടുത്ത് മതം മാറ്റുന്നു, പിന്നിപ്പോൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ബീഫ് കൊടുത്ത് മതം മാറ്റുന്നു. ആ ബീഫ് വെറുതെ കൊടുക്കുമല്ല, വായിലേക്ക് തള്ളി 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 400 രൂപയുടെ ഇറച്ചിയെ അത് തള്ളി തള്ളി വെച്ചു കൊടുക്കുകയാണെന്നാണ് പറഞ്ഞത്. കേരളത്തിലാണോ എന്ന് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ കേരളത്തിലേ അല്ല, പക്ഷേ ഒന്നാമത്തെ കേരള സ്റ്റോറി കേരളത്തിലേതായിരുന്നു, പക്ഷേ രണ്ടാമത് കേരളത്തിലേതല്ല, അത് ഇന്ത്യയിൽ ആഗോളമായി ഉള്ളതാണ് എന്നാണ് സാക്ഷാൽ കാമാഖ്യ സിംഗ് അദ്ദേഹത്തിൻ്റെ റിലീസിൽ പറഞ്ഞത്. അത് കേട്ട് ആളുകൾ വിട്ടില്ല കേട്ടോ. ആളുകൾ നല്ല അടിപൊളി ഇംഗ്ലീഷിലും മലയാളത്തിലും മാറിയും തിരിഞ്ഞും നല്ല കമൻറ്റുകൾ ചോദിച്ചിട്ടുണ്ട്. വി ആൾവേസ് കീപ്പ് കൗഡങ് ഇൻ എ വേസ്റ്റ് ബാസ്ക്കറ്റ് ആൻഡ് കീപ്പ് അവേ ഫ്രം അസ്. ഒരാൾ, ദിസ് സ്റ്റോറി ഈസ് അബൌട്ട് യുവർ ഫാദർ. അയ്യോ, പിന്നെ എന്തിനാടാ അതിൻ്റെ പേര് കേരള സ്റ്റോറി എന്നിട്ടത് മരമണ്ട? എപ്സ്റ്റീൻ സ്റ്റോറി ഇറക്കി നോക്ക്, അപ്പോൾ അറിയാം പൂരി മസാല പടമാണ്. അത് ചിലപ്പോൾ ശരിയായിരിക്കും. മൈസൂർ പാക്കിൽ മൈസൂറില്ലല്ലോ. ഷിബു തോമസ് പറഞ്ഞത് അവൻ്റെ അമ്മയുടെ വീട്ടിലെ സ്റ്റോറിയാണല്ലോ. പിന്നുള്ളത് എനിക്ക് വായിക്കാൻ വയ്യ, നിങ്ങൾ കണ്ടാൽ മതി. മലയാളിയെ അപമാനിക്കരുത്, ഞങ്ങളൊരു കുടുംബമാണ്. വേറൊരാൾ ചോദിച്ചിരിക്കുന്നു, പിന്നെ എന്തിനാടാ തണ്ടി ഞങ്ങളുടെ കേരളത്തിൻ്റെ പേരിട്ടത്? ഇവനെതിരെ മാനഹത്യയ്ക്ക് കേസെടുക്കണം. നിൻ്റെ തന്തയുടെ കഥയ്ക്ക് എന്തിനാണ് അയൽക്കാരൻ്റെ പേര്? ലവൻ്റെ തള്ളയുടെ കഥയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇതിനകത്ത് കാണുന്നുണ്ട്. മുഴുവൻ തെറിയോട് തെറിയാണ്. എന്ന് വെച്ചാലൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു നാടിനെയും ഒരു വിശ്വാസത്തെ അപമാനിക്കുകയല്ലേ. ബീഫ് കഴിച്ചാൽ ഹിന്ദുമതം എങ്ങാണ്ട് കയറിപ്പോയി. അതായത് യഥാർത്ഥത്തിൽ ഈ ബ്രാഹ്മണ്യത്തിൻ്റെ ആ വികാരം അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവരുടെ ആരുടെയോ ഫണ്ടോടുകൂടിയാണ് ഈ സംഗതി ഇറക്കുന്നത്. അല്ലാതെ ഇത് സാധാരണക്കാരനോ പിന്നോക്കക്കാരനായ ഹിന്ദുവിനോ, എന്തിന് ശ്രീരാമന് പോലും രാമായണത്തിൽ ഇറച്ചി അശുദ്ധമല്ല. അപ്പോൾ ഇത് ഇറച്ചി തിന്നുന്നത് അശുദ്ധമാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു കഥ മെനഞ്ഞ് അതിലേക്ക് ഒരു പ്രൊപ്പഗാൻഡ സിനിമ ഉണ്ടാക്കി അത് വിറ്റഴിക്കുകയാണ്. പിന്നെ നമ്മുടെ ചെഞ്ചർ ബോർഡ് ഹാലെന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഇറച്ചിയെന്ന് മിണ്ടരുത്, ബീഫെന്ന് മിണ്ടരുത്, കോഴിയെ കാണിക്കാൻ കോഴിപ്പൂട കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഇതിനകത്തൊരു പ്രശ്നവുമില്ല. വായിക്കകത്തോട്ട് ഇറച്ചി കയറ്റുന്ന പടം വെച്ചാണ് പുറത്തു വിട്ടിരിക്കുന്നത്. അല്ല, ഈ പാൽപ്പൊടി കൊടുത്തും ഇറച്ചി കൊടുത്തും മാറ്റുമെങ്കിൽ പരിപ്പ് വടയും സാമ്പാറും കൊടുത്ത് പുളിശ്ശേരിയും കൊടുത്ത് അങ്ങ് തിരിച്ചാക്കിയാൽ പോരെ? വല്ലാത്ത കഷ്ടമാണ്. കേരളത്തിൻ്റേതല്ല കേരള സ്റ്റോറി എന്ന് മലയാളി പറയിപ്പിച്ചു. അതാണ് മലയാളിത്തം.